ഇതുണ്ടോ ഗൈസ്, ഒരു പഴയ കാലത്തെ ബസ്സാട്ടോ. അടിപൊളി ഉണ്ടല്ലോ കാണാൻ. നമ്മുടെ നാട്ടിലെ പഴയ KSRTC പോലെ ഇവിടുത്തെ പഴയ KSRTC ആയി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഈ വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ ഇൻ ചൈന. ഓക്കെ, ഇത് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ചൈനയിലെ. നമ്മളെന്തൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഡൽഹി എന്ന് പറയുമ്പോൾ തലസ്ഥാനം, ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയാണ്. അപ്പം ഈ ചൈന എന്ന് പറയുന്ന ഇത്രയും വലിയൊരു മഹാരാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബീജിങ്ങിലെ വാക്കിംഗ് സ്ട്രീറ്റ് ഓക്കെ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് കാഴ്ചയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇതാണ് അവിടുന്ന് മുതലേ ആൾക്കാർ ഇങ്ങോട്ട് നടന്നത്. ന്യൂ ഇയർ തന്നെ വാങ്ങാണ്ട് 2024 എന്നൊക്കെ എഴുതിയിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ വലിയ കെട്ടിടങ്ങൾ ഇതെവിടുന്ന് അങ്ങോളം. ഇതാണ് ബീജിങ് സിറ്റിയുടെ ഒരു മെയിനായിട്ടുള്ള പെഡസ്ട്രിയൻ സ്ട്രീറ്റിൻ്റെ കാഴ്ചകൾ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ നടന്നു നോക്കാം. ജസ്റ്റ് ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ, കാരണം ജസ്റ്റ് വാക്കിംഗ് സ്ട്രീറ്റ് ഒന്ന് കാണിച്ചുതരാം, ബീജിങ് സിറ്റി എങ്ങനെയുണ്ടെന്നൊന്ന് കാണിച്ചുതരാം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ ഗൈസ്, ഒരു പഴയ കാലത്തെ ബസ്സാട്ടോ. അടിപൊളി ഉണ്ടല്ലോ കാണാൻ. നമ്മുടെ നാട്ടിലെ പഴയ KSRTC പോലെ ഇവിടുത്തെ പഴയ KSRTC ആയിരിക്കും ഇത്. നൈസ്. ഇതുണ്ടോ, ഹുവായിയുടെ വലിയൊരു ഷോറൂമാണ്. ഇതിനകത്ത് ഹുവായിയുടെ കാറുണ്ട്. നമ്മൾ ആപ്പിളിൻ്റെ ഷോറൂമിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ഇവിടെ ജസ്റ്റ് സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഈ സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ടോ മെഷീൻ വെച്ചിട്ട് ഇവർ നല്ല അടിപൊളിയായിട്ട്. ആ ഒരു സൈഡ് മൊത്തം ബ്ലോക്കാക്കി ഇട്ടിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാണ് വെള്ളമടിച്ചിട്ട്. അടിപൊളിയാണല്ലേ. ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത് കേട്ട്. ഉണ്ടോ ആൾക്കാർ വന്ന് വെള്ളമടിക്കുന്നത്, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു സൈഡിലൂടെ അവരവരുടെ പണിയായിട്ട് പോവാണ്. ഇത് അങ്ങോളം വരെ ഉണ്ട് കേട്ടോ. എല്ലാ സ്ട്രീറ്റ് ഇതുപോലെ തന്നെ, എല്ലാ സിറ്റിയിൽ പോയി കഴിഞ്ഞാലും. പക്ഷെ ഇവിടെ കുറച്ചും കൂടി സ്പേസ് കൂടുതലാണ്. ഇതുണ്ട്, ഇത്രയും വീതിയുണ്ട് ഈ വാക്കിംഗ് സ്ട്രീറ്റിന്. ഓക്കെ, അതിന് മുകളിലൊരു ക്ലോക്ക് ടവറൊക്കെ ഉണ്ട്. നൈസ്. പക്ഷെ ഇത് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ആർക്കിടെക്റ്റ് ആട്ടോ. ഇതിന് ഈ ബിൽഡിംഗ് ഒക്കെ രീതി നമ്മുടെ ബാക്കിയുള്ള സിറ്റികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ചൈനീസ് ടച്ച് ഉണ്ടാവും. ഇതൊരു ചൈനീസ് ടച്ച് ഒന്നും ഇല്ല ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്ക്. അങ്ങനെ നമ്മൾ നടന്ന് ഇതിൻ്റെ എൻഡിലെത്താനായി, ഈ പെഡസ്ട്രിയൻ സ്ട്രീറ്റിൻ്റെ. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടോ 3D വാളൊക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചൈനയിലെ മറ്റുള്ള സിറ്റികളെ അപേക്ഷിച്ച്, അതായത് നമ്മളിപ്പോൾ പോയ ഷാങ്ഹായ് ആയിക്കോട്ടെ, ഗോഞ്ച് ആയിക്കോട്ടെ, ഷെൻജൻ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഇവരുടെ ഐക്കോണിക് ടൂറിസ്റ്റ് സ്പോട്ടിൽ കുറേ ഐക്കോണിക് ടവേഴ്സും അതുപോലെ ഐക്കോണിക് ടോളസ്റ്റ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബീജിങ്ങിൽ മാത്രം ആ തരത്തിലുള്ള ഒരു ബിൽഡിങ്സ് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ കാണാത്തൊരു ഭാഗം ഉണ്ടോ എന്നറിയില്ല. എന്തായാലും നമ്മൾ നോക്കിയപ്പോൾ എവിടെയും ആ തരത്തിൽ ബീജിങ്ങിൽ കാണാൻ സാധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ ഫുൾ, അതായത് എല്ലാം പഴയ ആ ഒരു ബിൽഡിങ്ങുകളാണ്. പക്ഷേ അതിൻ്റെ എക്സ്റ്റീരിയർ കുറച്ചും കൂടി ഒരു മോഡേൺ മോഡിഫിക്കേഷൻ ചെയ്യുന്നല്ലാതെ ഒരു ചൈനീസ് ടച്ചും അതിനില്ല. ചൈനയുടെ ട്രഡീഷണൽ ഒരു ടച്ചും കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന തരത്തിലൊരു സംഗതിയും ബീജിങ്ങിൽ കാര്യമായിട്ട് ചെയ്തു വെച്ചില്ല. ആകെയുള്ളത് നമ്മൾ ഇന്നലെ പോയ ഗ്രേറ്റ് വാളാണ്. അത് മാത്രമേ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇവിടെ ഉള്ളൂ. വേറൊന്നും അങ്ങനെ കാര്യമായിട്ട് ബീജിങ്ങിലില്ല. ഇനി പെഡസ്ട്രിയൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആൾക്കാർ, ഈ കാണുന്ന തിരക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പർച്ചേസിങ്ങും കാര്യങ്ങൾക്ക് മാത്രമായിട്ട് വരുന്ന ആൾക്കാരാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവർ ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ടായിട്ടല്ല വരുന്നത്. പക്ഷെ നമ്മൾ കണ്ട ബാക്കിയുള്ള ഷാങ്ഹായി ആണെങ്കിലും ഗോഞ്ചോ ആണെങ്കിലും ഷെൻജനാങ്കിലാണെങ്കിലൊക്കെ അവിടെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. അത് അവരുടെ ഐക്കോണിക് ഒരു പ്ലേസ് ഒക്കെ ആയിട്ട് പെഡസ്ട്രിയൻ സ്ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലൊന്നും എന്തില്ല ബീജിങ്ങിലില്ല. ബീജിങ്ങിൽ ഇവിടെ ഭരണസിരാ കേന്ദ്രങ്ങളോ അങ്ങനെയുള്ള കുറച്ച് സംഗതികളും മാത്രമായിട്ടാണ്. ജസ്റ്റ് ഒരു ബീജിങ് സിറ്റി എങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വീഡിയോ ചെയ്തത്. കാരണം നമ്മളെ ലാസ്റ്റ് ഡേ ആണ്, തലസ്ഥാന നഗരിയിൽ എത്തുകയാണ്. ഇവിടെ നിന്നാണ് വീഡിയോ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ എന്താണ് ബീജിങ് സിറ്റി എന്നുള്ള സംഗതി, ഇവിടുത്തെ എന്തെങ്കിലും കൂടുതൽ ഈ സിറ്റിയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചൈനയിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷാങ്ഹായും ഗോങ്ജോവും അതുപോലെ തന്നെ ഷെൻജൻ ഇതൊക്കെ കവർ ചെയ്യാൻ നോക്കുക. വുഹാന് അതുപോലെ തന്നെ ഷിയാന് ഇവിടെയൊക്കെ കവർ ചെയ്താൽ നിങ്ങൾ കുറച്ചും കൂടി ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ പോയി നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്കിപ്പ് ചെയ്ത 2-3 സംഗതികളുണ്ട്. അതായത് ഒരു അവതാർ മൗണ്ടൈനും ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അത് നമ്മൾ ഒഴിവാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതായത് ന്യൂ ഇയർ ആയതുകൊണ്ട് ടിക്കറ്റ് ഫുള്ള് സോൾഡ് ഔട്ടാണ്, നമുക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ് ചെയ്തിട്ടിരുന്നാണ് പറയുന്നത്. ആരോ സൂയിസൈഡ് ചെയ്തുകൊണ്ട്
അത് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും നമ്മൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ബീജിംഗ് സിറ്റി, അതായത് തലസ്ഥാന നഗരി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരിക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് വലിയൊരു ഐക്കോണിക് പ്ലേസസോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ്